ഹലോ ഹായ് ഗൈസ്, ജിബിനാണ്. ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു പാക്കേജ്, ഒരു 6 ദിവസത്തെ ഒരു പാക്കേജാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പാലക്കാട് ഗസ്റ്റിനെ പിക്ക് ചെയ്ത് നമ്മൾ തമിഴ്നാട് കൂടി മൂന്നാർ, അങ്ങനത്തെ ഒരു ട്രിപ്പാണ് ഈ ട്രിപ്പ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും പിന്നെ ഗസ്റ്റിൻ്റെ കുറച്ച് വീഡിയോസും ഇതെല്ലാം കൂടെ നമ്മൾ പോകുന്ന വഴികളും കൂടുതലും ഇതിൻ്റെ അകത്ത് ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും എൻ്റെ ചാനലിലുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വീഡിയോകൾ ഒന്ന് കാണാം. ഹലോ ഹായ് ഗൈസ്, ജിബിനാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തൊരു 4:19-20 ആയപ്പോൾ തുടങ്ങി. കൊച്ചിയിൽ നിന്ന് നേരെ പാലക്കാടാണ് പോകുന്നത്. ഹൈവേകളെല്ലാം നല്ല പണിയാണെന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ പോക്കറ്റ് റോഡ് കയറിയാണ് പോയത്. പെട്ടെന്ന് നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഹൈവേ കയറിയിട്ട് നമുക്ക് തിരക്ക് കിട്ടിയില്ല. പക്ഷേ അപ്പുറത്തെ റോഡൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ തിരക്കില്ലാതെ തന്നെ നമ്മൾ പെട്ടെന്നുള്ള റോഡായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പാലക്കാട് പിടിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ റോഡിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ DMൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. നല്ല എളുപ്പമുള്ള വഴിയാണ്. നമ്മൾ പിന്നെ ഒരു 6:45 ആയപ്പോഴത്തേക്ക് നമ്മൾ പാലക്കാട് എത്തി. ഗസ്റ്റിൻ്റെ അടുത്ത് എത്താറായി. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചാണ് പോയത്. അതിനുശേഷം നമ്മൾ ഗസ്റ്റിൻ്റെ വീട്ടിൽ ചെന്ന് അവരെ പിക്ക് ചെയ്തു. നമ്മൾ പിന്നെ തമിഴ്നാട് കൂടിയാണ് പോയത്. നമ്മൾ അവിടെ ഒരു ഹോട്ടലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട റോഡ് മനോഹരമാണ്. തമിഴ്നാട് റോഡ് കാണണം എന്താണെങ്കിലും. കാറ്റാടിയും ആ മരങ്ങളൊക്കെ കണ്ട് വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. പോകുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടവും. നമ്മൾ മൂന്നാർ ഒരു 11 മണിയായപ്പോൾ എത്തി. പോയ വഴിക്ക് സൈറ്റ് സീനൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കാണിച്ച് പിന്നെ നാഷണൽ പാർക്കിലൊക്കെ കൊണ്ടുവിട്ട്. അന്ന് മഴയായിരുന്നു, എന്നാലും അതൊക്കെ എൻജോയ് ചെയ്തു. മൂന്നാറിലെ മനോഹരമായ ഒരു ഹോട്ടലായിരുന്നു നമ്മുടെ ഗസ്റ്റിൻ്റേത്. അവർക്ക് നല്ലൊരു വെൽക്കമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പാർക്കിങ്ങും അവരുടെ കാറിൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കണ്ട് പാർക്കിങ്ങിൽ പോയി. ഇന്നത്തെ ഹലോ ഗൈസ്, ജിബിനാണ്. ഇന്ന് നമ്മൾ മൂന്നാറിൽ സൈറ്റ് സീനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് നമ്മൾ ഫോട്ടോ പോയിൻറ്റിലേക്കാണ് വന്നത്. ഫോട്ടോ പോയിൻറ്റിൽ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ലീവൊക്കെ തുടങ്ങുമല്ലേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ എക്കോ പോയിൻറ്റിലേക്ക് വന്നു. എക്കോ പോയിൻ്റ് ആണെങ്കിലും വെള്ളം ഉള്ളതുകൊണ്ട് ബോട്ടിങ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഗസ്റ്റിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളതിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ മാട്ടുപ്പെട്ടിയിലെ ടീ ഫാക്ടറി കാണാൻ വേണ്ടിയാണ് നമ്മൾ അതിനുശേഷം പോയത്. നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു തിരക്കും ഉണ്ടായിരുന്നു അവിടെ. എന്നാലും നമ്മൾ ഗസ്റ്റിനെ വിട്ടു. അവർക്ക് ടീനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു അവിടെ. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ അമ്പലത്തിൽ എന്തോ ഫെസ്റ്റിവലായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ആനച്ചാൽ വന്ന് ഗസ്റ്റിനൊരു ജീപ്പ് സഫാരിയൊക്കെ കൊടുത്തു. അതിനുശേഷം തിരിച്ചു വന്ന് നേരെ ഹോട്ടലിലോട്ട് പോയി. ഇന്നത്തെ എല്ലാ പരിപാടികളും തീർത്ത് ഗസ്റ്റും ടയേർഡായി. പിന്നെ അടുത്ത മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഹലോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മൂന്നാറിൽ നിന്ന് ചെക്കൗട്ടാണ്. 2 ദിവസമായിരുന്നു. നമ്മൾ തേക്കടിക്കാണ് പോകുന്നത്. 2 ദിവസം കഴിഞ്ഞ് തേക്കടിയാണ്. അപ്പോൾ മഴയൊക്കെ നമ്മൾ കൂടി വെച്ച് പിടിച്ചു തേക്കടിയിലേക്ക്. നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു. നേരെ റിസോർട്ടിൻ്റെ എൻട്രൻസ് എത്താറായി. നല്ല വഴിയായിരുന്നു, പാറ കൊണ്ടുള്ള വഴി. എന്താണെങ്കിലും റിസോർട്ട് പക്ഷേ മനോഹരമാണ് അവിടെ കാണാൻ. അവരെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അകത്തോട്ട് വിട്ടു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ അവിടുത്തെ എടുത്തു. നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അവിടെ പാർക്കിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ച് എന്നിട്ട് ഞാൻ പാർക്കിങ്ങിലേക്ക് പോയി. ഇന്നത്തെ ദിവസം തീർത്തു. ഹലോ ഹായ് ഗൈസ്, ജിബിനാണ്. നമ്മൾ തേക്കടിയിലെ 2ാമത്തെ ദിവസമാണ് റിസോർട്ടിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഹൈ റേഞ്ചിലെ റിസോർട്ട് എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായ റിസോർട്ടായിരിക്കും. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞൊരു റിസോർട്ടാണ്. നല്ല അടിപൊളി തണുപ്പും നല്ല മഴ കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റുള്ളൊരു റിസോർട്ടായിരുന്നു ഇവിടെ. ഗസ്റ്റിന് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഉണ്ടായിരുന്നു 11 മണിയുടെ. അപ്പോൾ അവരായിട്ട് ബോട്ടിങ്ങിന് വന്നു. അപ്പോൾ ഇത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു.
നമ്മുടെ അവിടുത്തെ കുറച്ച് കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ എലിഫൻറ്റ് റൈഡിനായിട്ട് പോയി. അവിടെ ഓണത്തിൻ്റെ പരിപാടികളായിരുന്നു, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് എലിഫൻറ്റ് റൈഡ് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ജീപ്പിന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റിനായിട്ട് ജീപ്പ് വിട്ടു. അവർ സത്രമാണ് ചൂസ് ചെയ്തത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെന്നാണ് പറഞ്ഞത്. കുറേ ആനേനെയൊക്കെ കണ്ടു. എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ റിസോർട്ടിലോട്ട് വന്നു. ഇന്നത്തെ കാഴ്ചകളും എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഗസ്റ്റും പോയി. ഞാൻ പിന്നെ പാർക്കിങ്ങിലായിട്ടും വന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഹലോ ഹായ് ഗൈസ്, ജിബിനാണ്. ഇന്ന് നമ്മൾ തേക്കടിയിൽ നിന്ന് ചെക്കൗട്ടാണ്. റിസോർട്ടിൽ അടിപൊളിയായിരുന്നു. റിസോർട്ടിൽ അവർ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് വെച്ച് പിടിച്ചു. നമുക്ക് നേരെ കുമരകമാണ് പോകേണ്ടത്. കുമരകത്ത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവരെ വെൽക്കമൊക്കെ ചെയ്ത് അകത്തോട്ട് കയറ്റി. റിസോർട്ട് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാനെടുത്തു. നല്ല മഴയുണ്ടായിരുന്നു, എന്നാലും നല്ല രസമുണ്ട് നമ്മൾ റിസോർട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടേ. ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്തെങ്കിലും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ഡ്രൈവേഴ്സ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റ് കാര്യങ്ങളാണ്. പക്ഷേ ഒരു 3 ബെഡേ ഉള്ളൂ. 3 പേരല്ല അവിടെ ഡ്രൈവേഴ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിച്ചിരി ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി. പിന്നെ 40 രൂപ, 70 രൂപ, 30 രൂപയൊക്കെ കൊടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിച്ചു. ഹലോ ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ കുമരകം ഗോകുലം ഗ്രാൻഡിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നേരെ വെച്ച് പിടിച്ച് പാലക്കാടാണ്. നല്ല ബ്ലോക്കും തിരക്കുള്ള സമയമാണ്, എന്നാലും കുഴപ്പമില്ലാത്ത വഴിയിൽ കൂടെ നമ്മൾ വെച്ച് പിടിച്ചു പാലക്കാടേക്ക്. അവർക്ക് എന്താണെങ്കിലും വൈകിട്ടാകുമ്പോഴത്തേനും അവിടെ എത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അറിയാവുന്ന എളുപ്പവഴി, ഞാൻ കഴിഞ്ഞ തവണ പോയ വഴി നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ആ വഴി തന്നെ ഈ തവണയും പോയത്. അതുകൊണ്ട് നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. പാലക്കാട് നമ്മൾ എന്താണെങ്കിലും ഒരു 5-5:30 എത്തുമെന്ന പ്രതീക്ഷയുമായി ഞാൻ പാലക്കാട് തുരങ്കത്തിൽ കൂടെ എന്താണെങ്കിലും വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയമാകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ നമ്മളോട് പറയുന്നത്. അതാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എത്താറായി. കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ അവർ ഒരു ചെറിയൊരു റിവ്യൂവും കൂടെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. Amazing journey. I mean, they take care of us from day one to day end. It's a great experience. You want to say something? No, it was awesome. Everything was awesome. Right from the beginning, the entire trip was planned. We did not face any hurdles. It was a good experience. It was a memorable trip. Thank you. ഞാൻ പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്ത് 2-3 ഫോട്ടോസും എടുത്ത് നേരെ കൊച്ചിക്ക് വെച്ച് പിടിച്ചു. അത്യാവശ്യം തിരക്കുണ്ടാവുമെന്നറിയാം, വൈകിട്ട് സമയമാണ്, നമുക്ക് നേരെ ചെല്ലണമല്ലോ കൊച്ചിയിലോട്ട്. പിന്നെ ഞാൻ ഹൈവേ കൂടെ വെച്ച് പിടിച്ചു. പാട്ടൊക്കെ കേട്ട് എന്താണെങ്കിലും ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേന് എറണാകുളം എത്തി.